മോർണിംഗ് എനിക്ക് 2 ക്യാരറ്റ് കേക്കിന്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പ്ലം കേക്കിനേക്കാളും കൂടുതൽ ഓർഡേഴ്സ് വരെ എനിക്ക് ക്യാരറ്റ് കേക്കിന്റെ ആണ് കേട്ടോ. അത്ര ടേസ്റ്റ് ആണ് ഈ ക്യാരറ്റ് കേക്ക്. ക്യാരറ്റ് മാത്രമല്ല, ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഈ കേക്ക് ചെയ്യാവേ. കസ്റ്റമർ പറഞ്ഞു ക്യാരറ്റ് മാത്രം മതിയെന്ന്. അങ്ങനെയാണ് കേട്ടോ ഞാൻ ക്യാരറ്റ് മാത്രം വെച്ച് ചെയ്തത്. ദേ നിങ്ങൾ കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് നമ്മുടെ കേക്ക് വന്നിട്ടുള്ളതെന്ന്. ക്യാരറ്റ് കേക്കിന്റെ റെസിപ്പി ഞാൻ ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്ക് ചെയ്യാനും പുറത്തേക്ക് സെയിൽ ചെയ്യാനും പറ്റുന്ന 1 kg ക്യാരറ്റ് കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ക്യാരറ്റ് കേക്കിന്റെ ബേക്കിംഗ് പരിപാടികളും ഡെലിവറിയും ഒക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോ ഞങ്ങൾ ബീച്ചിലേക്കാണ് കേട്ടോ പോയത്. സ്നേഹതീരത്തേക്ക് പോവാന്ന് പറഞ്ഞ് പ്ലാൻ ഇട്ട് പോയ ഞങ്ങള് അവസാനം പോയത് ഓഹോ ബീച്ചിലേക്കാണ് കേട്ടോ. ഇതിവിടെ ന്യൂ ആയിട്ട് തുടങ്ങിയ എന്തോ സംഭവമാണ്. എന്തായാലും പോയത് വെറുതെ ആയില്ല കേട്ടോ. നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നേ. നമ്മുടെ പോലെ ഫാമിലീസിനും ഫ്രണ്ട്സിനും വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ അത്. ഇവന്റോ പാർട്ടിയോ അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അതും കൂടാതെ ചെറിയ ചെറിയ ഷോപ്സ്, പലതരം ഫുഡ് ഐറ്റംസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആണെങ്കിലും ഒരാള് വീട്ടിൽ നിന്ന് ന്യൂസ് പേപ്പർ കൊണ്ട് പട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നേക്കാണ് കേട്ടോ പറപ്പിക്കാൻ. പക്ഷെ പട്ടം പറപ്പിക്കാനുള്ള കാറ്റൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ക്ഷീണിച്ചപ്പോ ആ പരിപാടി അവിടെ നിർത്തി. പിന്നെ ഫുള്ള് ആളുടെ വക ഡാൻസും മോട്ടും ചാട്ടും ഒക്കെ ആയിരുന്നേ. പിള്ളേർക്കാണെങ്കിൽ ശാന്തതയും സമാധാനവും അല്ലല്ലോ വേണ്ടത്. അവരിവിടേക്ക് വരുന്നത് കളിക്കാനല്ലേ. ഇവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് കളിക്കാനൊരു സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ് പോയത്. അവിടെ എത്തിയപ്പോ മുതൽ ഒരാൾ മണ്ണ് വരാൻ തുടങ്ങിയതാണ് കേട്ടോ. കൊട്ടാരുണ്ടാക്കാനാന്നൊക്കെയാണേ പറയണത്. പക്ഷെ ഇനി എന്താവും കണ്ടറിയാം. മണ്ണ് വാരി ആളാകെ ക്ഷീണിച്ചു കേട്ടോ. വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് നിന്ന് പോയ ആളാണ്. പിന്നെ ആളുടെ ഒരു വിവരം ഇല്ലാണ്ട് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ഇതിനിപ്പാരാ ഇതിന്റെ ഉള്ളിൽ നട്ടതെന്നാണ് ഞാൻ വിചാരിച്ചത്. വേറെ ആരോ കുഴിച്ച കുഴിയിൽ സ്വയം കയറിയിരുന്ന് സ്വന്തമായി മണ്ണിട്ട് മൂടുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോ കാണുന്നത്. ഒരുപാട് പറഞ്ഞിട്ടും അതിന് വരാൻ ആള് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പോകാന്നൊക്കെ നുണ പറഞ്ഞിട്ടാണ് ആൾ ഒരു വിധത്തിൽ അതിന്റെ ഉള്ളിൽ നിന്ന് ദം പൊട്ടിച്ചെടുത്തത്. അങ്ങനെ ബീച്ചിൽ പോയി മണ്ണൊക്കെ വാരി ഒരുപാട് ക്ഷീണിച്ചതല്ലേ. ആ ക്ഷീണം മാറ്റാനായി ഞങ്ങൾ ഓരോ ഗ്ലാസ് കരിമ്പും ജ്യൂസ് വീതം കുടിച്ചു കേട്ടോ. കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ട് ക്ഷീണം മാറാത്തവർക്ക് ഐസ്ക്രീം മേടിച്ചു തരാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് പോക്കാണ് കേട്ടോ ഇപ്പൊ കാണുന്നത്. അല്ലെങ്കിലും ഇത്ര കളിച്ചതല്ലേ, ഐസ്ക്രീം ഒക്കെ കഴിച്ചാലേ ആ ക്ഷീണം മാറുള്ളൂ. ഐസ്ക്രീം മേടിച്ചു വരുന്ന വഴിക്ക് ഒരു കോണിന് ഐസ്ക്രീം താഴെ പോയിട്ടോ. അതിന്റെ വിഷമവും ഇനി വാപ്പച്ചി മേടിച്ചു തരുമെന്നുള്ള ടെൻഷനൊക്കെയാണ് കേട്ടോ ഇപ്പൊ കാണുന്നത്. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.